ദേശാഭിമാനി മുഖപ്രസംഗം 2024 നവംബർ 23. പ്രതിക്കൂട്ടിൽ അദാനിയും മോദിയും. ഇന്ത്യൻ ഭരണ സംവിധാനത്തെയാകെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിന് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ആഘാതമാണ് അമേരിക്കയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് ഹിന്ദുത്വ വർഗീയതയുടെ പ്രതീകമായ മോദി അമിത്ഷാ ദ്വന്ദ്വം ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യരിൽ ഒരാളായി വളർന്നു കഴിഞ്ഞ ഗൗതം അദാനിയും ചേർന്ന അവിശുദ്ധ സഖ്യത്തിൻ്റെ കഴുത്തിൽ എളുപ്പം രക്ഷപ്പെടാനാവാത്ത വിധം പ്രതിസന്ധിയുടെ ഊരാക്കുടുക്ക് മുറുകിയിരിക്കുന്നു. സൗരോർജ്ജ കരാറിന് 2029 കോടി രൂപ കോഴ നൽകിയതിൻ്റെ പേരിൽ ഗൗതം അദാനിക്കും 8 കൂട്ടാളികൾക്കും അമേരിക്കയിലെ ന്യൂയോർക്ക് ഗ്രാൻഡ് ജൂറി കുറ്റപത്രം സമർപ്പിക്കുകയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തത് ആ വ്യവസായ ഗ്രൂപ്പിൻ്റെ തകർച്ചയുടെ ആരംഭമായി പ്രവചിക്കുന്നവരുണ്ട്. അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരികൾക്ക് വൻ തകർച്ച നേരിട്ടു. കെനിയ അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലും ബംഗ്ലാദേശിലും ആസ്ട്രേലിയയിലുമൊക്കെ തുടങ്ങിയ അദാനി ഗ്രൂപ്പിൻ്റെ പ്രൊജക്റ്റുകളുടെ ഭാവിയും ഇതോടെ അനിശ്ചിതത്വത്തിലാണ്. ചെങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ക്ലാസിക് ഉദാഹരണമായ അദാനി ഗ്രൂപ്പിന് നൽകുന്ന തിരിച്ചടി തീർച്ചയായും ആ ഭീമൻ വ്യവസായ ഗ്രൂപ്പിൻ്റെ രാഷ്ട്രീയ ദല്ലാളുമാരുമായ BJP നേതൃത്വത്തെയും ഉലയ്ക്കുമെന്ന് ഉറപ്പ്. മുതലാളിത്തത്തിൻ്റെ മെക്കയായ അമേരിക്കയിൽ നിന്ന് തന്നെയാണ് ഈ ഇന്ത്യൻ മുതലാളിക്ക് പ്രഹരമേറ്റത്. അത് ചരിത്രത്തിൻ്റെ മഹത്തായ വൈരുദ്ധ്യം. അദാനിയും കൂട്ടാളികളും അമേരിക്കയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കുറ്റവാളികളെ കൈമാറുന്ന ഉടമ്പടി നിലനിൽക്കുമ്പോൾ അത് വിചാരണ നടപടികളിൽ നിന്ന് മാറി നിൽക്കുക എളുപ്പം സാധ്യമാകില്ല. മുമ്പ് അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ കൃത്രിമം കാണിച്ചെന്ന് ഹിൻഡൻബർഗ് റിസർച്ച് വെളിപ്പെടുത്തലുകൾ ഉണ്ടായപ്പോൾ അദാനിക്ക് കവചം തീർത്തത് മോദിയും കൂട്ടരുമാണ്. എന്നാൽ മോദിയുമായും അമിത്ഷായുമായും അമേരിക്കയിലെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പോലും അടുപ്പമുണ്ടായാലും ഇപ്പോഴത്തെ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുക ബുദ്ധിമുട്ടേറിയ കാര്യം. അദാനിയെ വിചാരണയ്ക്കായി വിട്ടുകൊടുക്കണോ അതോ നിയമവ്യവസ്ഥയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത രാജ്യമെന്ന കളങ്കം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചാർത്തിക്കിട്ടണോ എന്നീ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മോദി സർക്കാർ ഉരുകിയൊലിക്കുമെന്ന് ചുരുക്കം. അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഇത്തരം കേസുകളിൽ വൻതുക പിഴയടച്ച് രക്ഷപ്പെട്ടവരുണ്ട്. എന്നാൽ അദാനി ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ പിഴയടച്ചാലും നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചു പിടിക്കാനാവില്ല. നരേന്ദ്രമോദി അധികാരത്തിലേറിയ 2014 മുതൽ അദാനി ഗ്രൂപ്പിൻ്റെ ആസ്തിയിലുണ്ടായ അഭൂതപൂർവമായ വളർച്ച ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം അദാനിയുടെയും കുടുംബാംഗങ്ങളുടെയും ആസ്തിയിൽ 95% വർധനയാണ് ഉണ്ടായത്. 2024 ഹുറൂൺ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം അദാനിയുടെ ആസ്തി 11.6 ലക്ഷം കോടി രൂപ. അദാനി മാത്രമല്ല, ഈ ഭരണത്തണലിൽ ഗുജറാത്തിൽ നിന്നുള്ള നിരവധി വ്യവസായികളും ആസ്തി വർദ്ധിപ്പിച്ചു. പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് ഇത്തരക്കാർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കൈപ്പറ്റിയ ശതകോടികളുടെ വായ്പ തിരിച്ചടയ്ക്കാത്തത് മൂലം ആ ബാങ്കുകൾ കിട്ടാക്കടം വർദ്ധിച്ച് പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അദാനിയെ പോലുള്ള നവബൂർഷ്വാസികളും രാജ്യത്തെ ബൂർഷ്വാ പാർട്ടികൾ നയിക്കുന്ന സർക്കാരുകളും തമ്മിലുള്ള ഈ ഔഷധ കൂട്ടുകെട്ടിൻ്റെ പ്രവർത്തന രീതികൾ എത്രമാത്രം ജീർണമാണെന്ന് കൈക്കൂലി കൈമാറ്റത്തിൻ്റെ വാർത്തകളിൽ വ്യക്തം. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരിക്കെ ജഗൻമോഹൻ റെഡ്ഡിക്ക് സൗരോർജ്ജ പദ്ധതികൾക്ക് വേണ്ടി നൽകിയത് 1750 കോടി രൂപയെന്ന ഭീമൻ തുകയാണെന്ന വെളിപ്പെടുത്തൽ ആരെയാണ് അമ്പരിപ്പിക്കാത്തത്? സൗരോർജ്ജം വാങ്ങുന്നതിന് അദാനി ഗ്രൂപ്പിലെ അദാനി ഗ്രീനും അസൂർ കമ്പനിയും കേന്ദ്ര സർക്കാരിന് കീഴിലെ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ധാരണയുണ്ടാക്കിയിരുന്നു. എന്നാൽ കോർപ്പറേഷനിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് സൗരോർജ്ജം വാങ്ങാൻ ചില സംസ്ഥാനങ്ങൾ തയ്യാറാവാതിരുന്നതോടെയാണ് ശതകോടികളുമായി ഭരണക്കാരെ പിടിക്കാൻ അദാനി തന്നെ രംഗത്തിറങ്ങിയത്. മൊത്തം 2029 കോടി രൂപയാണ് കൈക്കൂലിയായി നൽകിയത് എന്ന വസ്തുത അദാനി തട്ടിപ്പിൻ്റെ ആഴം വെളിവാക്കുന്നു.